Hello students, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ബൈ ദോസ് ഓർഗനൈസേഷൻസ് വിച്ച് പ്രൊവൈഡ് സർവീസസ്. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അണ്ടർടേക്കിങ്സിൽ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. Under operating costing, the distinction between fixed cost and variable cost is very important. ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന കോസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് യൂണിറ്റ്സ് മേ ബി സിമ്പിൾ ഇൻ സർട്ടൈൻ കേസസ് ആൻഡ് കോമ്പൗണ്ട് ഇൻ അതർ കേസസ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കോസ്റ്റ് യൂണിറ്റ്സ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്സും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്സും ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൽ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. There is no problem regarding valuation of a work in progress or a closing stock. സർവീസ് അണ്ടർടേക്കിങ്സിൽ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ പ്രശ്നമോ ക്ലോസിംഗ് സ്റ്റോക്കോ ഒന്നും വരുന്നില്ല. അതിൻ്റെ വാല്യൂഷനും പ്രധാനമില്ല. ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന സ്ഥാപനങ്ങൾ എവിടെയൊക്കെയാണ്? ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോട്ടൽ, ക്യാൻറ്റീൻസ്, ഹോസ്പിറ്റൽസ്, ഇലക്ട്രിസിറ്റി കമ്പനീസ്, ഗ്യാസ് കമ്പനീസ്, ഇവിടെയൊക്കെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൽ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്സ്, കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ്, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ വഴി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്സ് പാസഞ്ചർ ട്രാൻസ്പോർട്ട്സ് ആണെങ്കിൽ പെർ പാസഞ്ചർ അല്ലെങ്കിൽ പെർ കിലോമീറ്റർ എന്നാണ് കോസ്റ്റ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഗുഡ്സ് ട്രാൻസ്പോർട്ടിന് പെർ ടൺ, അതല്ലെങ്കിൽ പെർ കിൻഡൽ. ദെൻ സ്കൂൾസ്, കോളേജൊക്കെ ആണെങ്കിൽ പെർ സ്റ്റുഡൻറ്റ്. ഹോസ്പിറ്റൽസിൽ പെർ ബെഡ്, ഹോട്ടൽ ക്യാൻറ്റീനിൽ പെർ കപ്പ് അല്ലെങ്കിൽ പെർ മീൽ എന്നായിരിക്കും കോസ്റ്റ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്സ് പറയുമ്പോൾ മോർ ദാൻ വൺ കോസ്റ്റ് യൂണിറ്റ്സ് കമ്പൈൻ ചെയ്യുന്നു. അതായത് ഒന്നിലധികം കോസ്റ്റ് യൂണിറ്റ്സ് ഒരുമിച്ച് വരുമ്പോഴാണ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. പാസഞ്ചേഴ്സിനുള്ള ബസ്, ട്രെയിനൊക്കെ ആണെങ്കിൽ പെർ പാസഞ്ചർ കിലോമീറ്റർ, ഇവിടെ പെർ പാസഞ്ചറും കിലോമീറ്ററും ഇപ്പോൾ 2 കോസ്റ്റ് യൂണിറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ ഗുഡ്സ് ട്രക്കൊക്കെ ആണെങ്കിൽ പെർ ടൺ കിലോമീറ്റർ. ഹോസ്പിറ്റലിന് പെർ ബെഡ് പെർ ഡേ, ഹോട്ടൽ പെർ റൂം പെർ ഡേ, ഇലക്ട്രിസിറ്റി പെർ കിലോവാട്ട് അവർ, സിനിമ പെർ സീറ്റ് പെർ ഷോ. ഇനി കമ്പൈൻഡ് ആയിട്ട് കോസ്റ്റ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ സിലബസിൽ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ആണ് പഠിക്കാനുള്ളത്. ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻറ്റു കപ്പാസിറ്റി, അതുപോലെ ഇൻറ്റു കിലോമീറ്റർ ഓർ മൈൽസ് ഇൻറ്റു ഡേയ്സ് ഇൻറ്റു പാസഞ്ചർ ഓർ വെയ്റ്റ് ക്യാരീഡ് ആക്ച്വലി. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കതൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. From the following information, calculate total kilometers and total passenger kilometers. ടോട്ടൽ കിലോമീറ്ററും ടോട്ടൽ പാസഞ്ചർ കിലോമീറ്ററും കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ബസ്സസ് 5, ഡേയ്സ് ഓപ്പറേറ്റഡ് ഇൻ മന്ത് 25, ട്രിപ്സ് മെയ്ഡ് ബൈ ഈച്ച് ബസ് 4, അതുപോലെ ഡിസ്റ്റൻസ് ഓഫ് റൂട്ട് 20 കിലോമീറ്റേഴ്സ് ലോങ് വൺ സൈഡ്, ഒരു ഭാഗത്തേക്ക് 20 കിലോമീറ്റേഴ്സ്. അപ്പോൾ ട്രിപ്സ് പോവാനും വരാനും കൂടെ 20 × 2 40 കിലോമീറ്റേഴ്സാണ്. കപ്പാസിറ്റി ഓഫ് ബസ് 50 പാസഞ്ചേഴ്സ്. ദെൻ നോർമൽ പാസഞ്ചർ ട്രാവലിംഗ് 90% ഓഫ് കപ്പാസിറ്റി. അപ്പോൾ നമുക്കിത് ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ട് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ്. calculation of total kilometers covered.
അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ നമ്പർ ഓഫ് ബസ്സസ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു, അതായത് പാസഞ്ചർ ഡീറ്റെയിൽസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. നമ്പർ ഓഫ് ബസ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു നമ്പർ ഓഫ് ട്രിപ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്സ്. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് കിട്ടും. ഇവിടെ നമ്മൾ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നില്ല, കപ്പാസിറ്റി ഓഫ് ബസ്, നോർമൽ പാസഞ്ചർ ട്രാവലിംഗ് എടുക്കുന്നില്ല, ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്പർ ഓഫ് ബസ്സസ് 5 ആണ്. 5 ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് 25 ഇൻറ്റു നമ്പർ ഓഫ് ട്രിപ്സ് 4. അതിൽ ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്സ് പറയുന്നത്, ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്സ് ഒരു ഭാഗത്തേക്ക് 20 കിലോമീറ്റേഴ്സ് ലോങ് ആണ്. അപ്പോൾ പോവാനും വരാനും കൂടായിട്ട് 2 ഇൻറ്റു 20, 4 ഇൻറ്റു ബ്രാക്കറ്റിൽ 2 ഇൻറ്റു 20 കിലോമീറ്റേഴ്സ്. ഫൈവ് ഇൻറ്റു 25 ഇൻറ്റു 4 ഇൻറ്റു 40, ഇപ്പോൾ 20,000 കിലോമീറ്റേഴ്സ്. ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് എന്ന് പറയുന്നത് 20,000 കിലോമീറ്റേഴ്സ് ആയിരിക്കും. ഇതാണ് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ്. നമ്പർ ഓഫ് ബസ്സസ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു നമ്പർ ഓഫ് ട്രിപ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്സ്. ഇവിടെ പാസഞ്ചേഴ്സിൻ്റെ കപ്പാസിറ്റി ഓഫ് ബസ്സോ നോർമൽ പാസഞ്ചർ ട്രാവലിംഗ് പെർസെൻറ്റേജ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇതുവരെയുള്ള എടുത്തിട്ട് ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്തത് പറയുന്നത് ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റേഴ്സ് കവേർഡ്. ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റേഴ്സ് കവേർഡ് ആണ് ഇനി അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മറ്റത്, അതായത് കപ്പാസിറ്റി ഓഫ് ബസ്സും നോർമൽ പാസഞ്ചർ ട്രാവലിംഗ് കൂടെ കണക്കാക്കണം. നമ്പർ ഓഫ് ബസ്സസ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു നമ്പർ ഓഫ് ട്രിപ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്സ് ഇൻറ്റു കപ്പാസിറ്റി ഇൻറ്റു കപ്പാസിറ്റി ഓഫ് ബസ്, കപ്പാസിറ്റി ഇൻറ്റു നോർമൽ പാസഞ്ചർ ട്രാവലിംഗ്. ഈ നോർമൽ പാസഞ്ചർ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബസ്സിന് നമുക്ക് 50 പാസഞ്ചേഴ്സ് എന്നാണ് കപ്പാസിറ്റി തന്നിരിക്കുന്നത്. അതായത് ആ ബസ്സിൽ 50 പേഴ്സൺസിനെ കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ സാധാരണ അതിൽ നോർമൽ പാസഞ്ചർ ട്രാവലിംഗ് സാധാരണ അതിൽ ട്രാവൽ ചെയ്യുന്നത് ഏകദേശം 90% എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 50 പാസഞ്ചേഴ്സിൻ്റെ 90% ആണ് നോർമൽ പാസഞ്ചർ ട്രാവലിംഗ്. ഇപ്പോൾ ഇതും നമ്പർ ഓഫ് ബസ്സസ് 5 ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് 25. കിലോമീറ്റേഴ്സ് വരെയുള്ളത് സെയിം തന്നെ, കിലോമീറ്റേഴ്സ് കണക്കാക്കുന്നത് പോലെ നേരത്തെ ചെയ്ത അതേപോലെ നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു നമ്പർ ഓഫ് ട്രിപ്സ് 4 ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്സ് 40. ഗോയിങ് ആൻഡ് കമ്മിങ്, ടേണിങ് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് ഗോയിങ് ആൻഡ് കമ്മിങ്. പിന്നെ 40 ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്സ് ഇൻറ്റു കപ്പാസിറ്റി പറയുന്നത് 50 ആണ്. 50 അതിൻ്റെ നോർമൽ പാസഞ്ചർ ട്രാവലിംഗ് 90%, 90/100. നമുക്കിപ്പോൾ ഇതിൽ
ആൻസർ 9 lakh കിട്ടും. ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റേഴ്സ് 9 lakh. ഇത് ഇങ്ങനെയല്ലാതെ ചുരുക്കിയിട്ട് വേഗം ഷോർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അതായത് ടോട്ടൽ കിലോമീറ്റേഴ്സ് നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലോ, ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് കിട്ടിയിട്ടുണ്ട്. അതേ ഇൻറ്റു കപ്പാസിറ്റി ഇൻറ്റു നോർമൽ പാസഞ്ചർ ട്രാവലിംഗ്. ആണ് ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് കിട്ടിയത്. 20,000 ഇൻറ്റു കപ്പാസിറ്റി 50 പാസഞ്ചർ ആണ്, ഇൻറ്റു നോർമൽ ട്രാവലിംഗ് പറയുന്നത് 90%, 9 lakh. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അതായത് ബസ്സിൻ്റെ നമ്പേഴ്സ്, ഈച്ച് ട്രിപ്പ്, അതിൻ്റെ ഡിസ്റ്റൻസ്, അതുപോലെ എത്ര കപ്പാസിറ്റി ഉണ്ട്, ഇതൊക്കെ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് കണക്കാക്കുന്നതിന് അറിയണം. അപ്പോൾ കപ്പാസിറ്റി എത്രയാണ് ബസ്സിൻ്റെ, അതുപോലെ നമ്പർ ഓഫ് ട്രിപ്സ് എത്ര നടത്തിയിട്ടുണ്ട്, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്സ് കണക്കാക്കുന്നത്. നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് നമ്മൾ കണക്കാക്കി നമ്പർ ഓഫ് ബസ്സസ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു നമ്പർ ഓഫ് ട്രിപ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്സ്. അപ്പോൾ പാസഞ്ചറിൻ്റെ ഡീറ്റെയിൽസ് ഒഴിവാക്കി ബാക്കിയുള്ളതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് കിട്ടി. ഇനി ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ കവർ കാണുന്നതിനായിട്ട് കിലോമീറ്റേഴ്സിൻ്റെ കൂടെ പാസഞ്ചറിൻ്റെ കപ്പാസിറ്റിയും അതുപോലെ നോർമൽ ട്രാവലിംഗ് പെർസെൻറ്റേജും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റേഴ്സ് കവേർഡ് നമുക്ക് കിട്ടും. ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് പറയുമ്പോൾ ഇത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്സിൽ വരും. ഇതിൽ പറയുമ്പോൾ ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതെന്തായി കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റായി. പാസഞ്ചർ കിലോമീറ്റേഴ്സ് രണ്ടും വരുന്നുണ്ട്. അപ്പോൾ അത് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്സ് 9 lakh. ഓക്കെ.